സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റെയർ ഐഡിയയല്ല അതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സ്റ്റെയർ അല്ലെ, ഭാവിയിലെ വീടുകളിൽ ഇങ്ങനെ കാണും. നല്ല ഇറ്റാലിയൻ മാർബിൾ ആണ് സ്റ്റെപ്പുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നോ മെറ്റൽ സ്ട്രക്ചറും. സ്ട്രോങ്ങിന് പേടിയില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഇതാ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒക്കെ നടന്ന് കാണിച്ചു തരും. അതൊരു പേടിയേ അല്ല. ഈ സ്ഥാനത്ത് നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റെയർ സങ്കല്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും പറ്റില്ല. ഇതിനകത്ത് പറ്റുന്ന ഏക സ്റ്റെയർ ഇത് തന്നെയാണ്. 1 ലക്ഷം മുതലുള്ള ഇതുപോലുള്ള സ്റ്റെയറുകൾ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ. മെറ്റല് സ്റ്റാർട്ടിങ് വുഡ് ഹാൻഡ് റെയില് ഒരു 1.5 ലക്ഷം മുതൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ സ്പേസ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ. ഹായ് ഫ്രണ്ട്സ്, വീട് മോഡേൺ ആക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം. നല്ല ഭംഗിയുള്ള വീട് ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഒക്കെ ചെയ്തു വരുമ്പോൾ പലപ്പോഴും സ്റ്റെയർ ഏരിയയിൽ എത്തുമ്പോൾ അവിടെ അങ്ങ് സ്റ്റക്ക് ആവും. കാരണം എന്താ, മുമ്പ് കാലം മുതലുള്ള സ്റ്റെയർ ഐഡിയകൾ തന്നെയാണ് ഇപ്പോഴും പലരും ഉപയോഗിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെയർ ഐഡിയകൾ ഒരുപാട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഇനി ഭാവിയിലുള്ള വീടുകളിൽ വരാൻ പോകുന്നത് സ്റ്റെയർ ഐഡിയ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്. ഭംഗിയുള്ള വീടുകളാകുമ്പോൾ ഇതുപോലെ സ്റ്റെയറുകൾ വേണമെന്ന് നിങ്ങൾ പറയും. കാരണം ഇത് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്റ്റൈലിലാണ്. സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റെയർ ഐഡിയയല്ല അതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല ഇറ്റാലിയൻ മാർബിൾ ആണ് സ്റ്റെപ്പുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നോ മെറ്റൽ സ്ട്രക്ചറും. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾ വരുന്നു നമ്മുടെ റഫീഖ് ഭായ് തൈക്കാടൻ സ്റ്റീൽസിന്റെ അടിപൊളി സ്റ്റെയർ. നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സ്റ്റെയർ അല്ലെ, ഭാവിയിലെ വീടുകളിൽ ഇങ്ങനെ കാണും. മാറ്റിക്കൊണ്ടിരിക്കുകയാണ് റഫീഖ് ഭായ്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് സ്റ്റെയർ ചെയ്തത് ഏകദേശം ഒരു 4 വർഷമാണോ മുമ്പാണ്. ആ ഒരു സമയത്തുണ്ട് അപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചറിൽ നല്ല കാലൊക്കെ കൊടുത്തിട്ടുള്ള മോഡൽ അല്ലേ. കാലം മാറി, കാലഘട്ടം മാറി, എല്ലാം അപ്ഡേറ്റ് ആയി. അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ റഫീഖ് ഭായ്. ഈ ഒരു സ്റ്റെയർ ഒരു ഷെയ്ക്ക് ആൻഡ് സ്പെഷ്യൽ കൊടുക്കണം. കാരണം ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫിനിഷിൽ ഇറ്റാലിയൻ മാർബിളാണ് അല്ലേ. സാധാരണ സ്റ്റെപ്പ് കോൺക്രീറ്റിൽ ചെയ്തിട്ട് അതിന്റെ മേലെ ഇറ്റാലിയൻ മാർബിൾ ഇടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് കവർ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിന് ഇത്രയും ബലം കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾ ആദ്യം തന്നെ ബലം ഒന്ന് കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. ഇതിന് എന്തിനു പേടിക്കണം? ഇതാ സ്ട്രോങ് ആണ്. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്താണ്, ടാറ്റയുടെ സ്റ്റീലാണ് അല്ലേ. ഇതിനകത്ത് സ്റ്റീൽ സ്ട്രക്ചർ എങ്ങനെ വന്നു? ഇതിന്റെ 12 mm പ്ലേറ്റ് കൊടുത്തിട്ടുള്ളത്. 12 mm വരുന്നുണ്ട് അല്ലേ. പിന്നെ അത് പാക്ക് ചെയ്താണ് മാർബിള്. ഓക്കെ, സൈഡില് 8 mm പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. 8 mm ചെയ്തിട്ടുണ്ട് സൈഡില്. ഡബിൾ ആണ്. അത് മാത്രമല്ല, സാധാരണ ഇതുപോലെ സ്റ്റെയറിന് നമ്മൾ സെന്ററിൽ ഒരു ബീം കൊടുത്ത് അത് കവർ ചെയ്യല്ലോ, ഒരു സപ്പോർട്ട്. ആവശ്യമില്ല. സ്ട്രോങ് ആണ് ഈ പ്ലേറ്റ്, സ്ട്രോങ് ആണ്. അത് 1.20 സൈസ് ഇത് വരുന്നുണ്ട് അല്ലേ. സ്ട്രോങ്ങിൽ തന്നെ വരുന്നുണ്ട്. അതായത് ഈ കാണുന്ന വോളില് ഇവിടെ ഒരു എന്ത് ബീമാണ് സൈഡിൽ പോകുന്നത്? പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സ്ട്രോങ്. ഇനി ഈ സൈഡിലാണെങ്കിലോ ഇവിടെ ഡബിൾ പ്ലേറ്റ് ആണ്. ഓക്കെ, അതിനെ കവർ ചെയ്താണ് മാർബിളില്. ഓക്കെ, എങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോ വുഡാണല്ലോ സാധാരണ ചെല്ലുമ്പോ ഒരു ചേഞ്ച്, ഒരു മാറ്റം അല്ലെ. കാലം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും വീട് പണിയിൽ ഇന്റീരിയറിൽ നമ്മൾ പല അപ്ഡേഷനുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഫ്ലൂട്ടഡ് ഗ്ലാസുകൾ കൊടുത്ത് ഒരു ട്രാൻസ്പെറൻസി, ഇതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് വന്ന സംഭവങ്ങളാണ്. അപ്പൊ അതിന് മാച്ച് ചെയ്ത രീതിയിൽ സ്റ്റെയറുകൾ എത്തുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഉണ്ടാവും. കാരണം ഗ്ലാസിന്റെ സ്റ്റെയർ ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷം ഉണ്ടാവും ഹാൻഡ് റെയിലൊക്കെ വരുന്നത്? അത് ഒരുപാടായി. പക്ഷെ ഇങ്ങനെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഒരു 4-5 വർഷം ഇങ്ങനെ ഓടി അത് കുറഞ്ഞോട്ട് 4-5 വർഷമായിട്ട് അതന്നെ ഉള്ളൂ. അതിൽ അപ്ഡേഷനുകൾ വരുന്നില്ല. ഹാൻഡ് റെയില് ഫസ്റ്റ് GI വന്നു, GP വന്നു, സ്റ്റീൽ വന്നു അല്ലെ, പിന്നെ ഗ്ലാസ് ആയി. അവിടെ GP റാഡിലേക്ക് മാറിക്കൊണ്ട് നമ്മള് മുമ്പ് ഒരു റാഡിൽ വന്ന പരിചയപ്പെടുത്തില്ലേ. നമ്മളെ വീഡിയോ മില്യണുകൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഹാൻഡ് റെയിൽ ഗ്ലാസിന് ടോപ്പ് കവർ ചെയ്തു. ഇതും മെറ്റലിൽ ചെയ്യാം അല്ലെ. മെറ്റൽ അലൂമിനിയം ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് വുഡിൽ ചെയ്യാം കേട്ടോ. തേക്ക് വുഡിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. ഈ കാണുന്ന സ്റ്റെപ്പ് ഇങ്ങനത്തെ മോഡൽ ബെറ്റർ ആയിരിക്കും. ഇതിലേക്ക് കളർ മാച്ച് ചെയ്യുന്നത് അല്ലെ. അലുമിനിയം ബെറ്റർ ആയിരിക്കും. അതായത് മോഡേൺ സ്റ്റൈലിലേക്ക് വന്നു, എലഗന്റ് ആയി, ലൈറ്റ് ആയി, ആ ഒരു ഫീല് കിട്ടി. ഇനിയിപ്പോൾ ഇതന്നെ തേക്ക് വുഡിൽ നല്ല സ്റ്റെപ്പുകൾ കൊടുക്കാം, അതിലേക്ക് മാച്ച് ചെയ്ത് നേരെ വുഡിലേക്ക് അങ്ങ് കൺവേർട്ട് ചെയ്താൽ അങ്ങനെ ചെയ്തൂടെ? ആ രീതിയിലും ചെയ്യാം കേട്ടോ. നല്ലൊരു സ്റ്റെപ്പാണ്. നമുക്കൊന്ന് കയറി നോക്കിയാലോ. ഇങ്ങനെ സ്ട്രോങ് ആണ്. സ്ട്രോങ്ങിന് പേടിയില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒക്കെ നടന്ന് കാണിച്ചു തരും. അതൊരു പേടിയേ അല്ല. സ്ട്രോങ്ങിന്റെ കാര്യത്തിൽ ഒരു പേടിയില്ല. പിന്നെ ഗ്ലാസ് ആട്ടോ അവിടെയൊക്കെ
ഫുള്ള് എത്ര mm കൊടുത്തു? 12 mm ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് അല്ലെ. ഓക്കെ, ഇതൊരു നല്ല ആംബിയൻസ് കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ ടെക്സ്ചർ വർക്കുകളാണ്, ടെക്സ്ചർ പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഏരിയക്ക് നല്ല മാച്ചാണ്. ഇപ്പൊ ഈ സ്റ്റെയറിന്റെ അടിഭാഗം അവിടെ നിന്ന് കാണുന്നുണ്ടാവും. അടിഭാഗത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് അടിയിൽ ഇതിന്റെ അടിഭാഗം എങ്ങനെ കവർ ചെയ്തു എന്നുള്ളതാണ്. സാധാരണ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് മാർബിൾ വെക്കാൻ പറ്റില്ല, അതിനകത്ത് മെറ്റൽ വരുന്നുണ്ടല്ലോ, അതിനെ കവർ ചെയ്യാണ് 45 ഒക്കെ വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിന്റെ എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സ് ആണ് ഇവിടെ ഓൾറെഡി ചെയ്ത വർക്കേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതെ അതെ, ആ മാർബിളിന്റെ സെയിം ടീം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വുഡിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, ടീമിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം, നമുക്ക് ടൈപ്പ് ആയി കൊടുക്കാം. ഓക്കെ, അതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് നിങ്ങളുടെ വീട്ടിൽ എന്ത് മോഡൽ വേണം എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഒരു യു ഷേപ്പിലാണ് ഇത് വന്നത്. ഇതിപ്പോൾ കർവായിട്ട് ഡിസൈൻ ചെയ്യാം. സ്റ്റെയർ, മെറ്റൽ സ്റ്റെയർ പല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് ആ കർവ് മോഡൽ, ആ മോഡൽ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. അത് നല്ല ഓടുന്നുണ്ട്, കാരണം ഇൻട്രസ്റ്റഡ് ആൾക്കാർ ആ ഒരു മോഡലുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഐഡിയ ആണ്. നിങ്ങളെ വീട്ടിലൊക്കെ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ ബഡ്ജറ്റിനെ കുറിച്ച് ബഡ്ജറ്റ് നല്ല പ്രൈസ് വരുന്നുണ്ട്. അതിന് കോസ്റ്റ് വരാൻ കാരണം അതിന്റെ മെറ്റൽ ഉപയോഗിക്കുന്ന തിക്നെസ് അല്ലേ. തിക്നെസ് ഫുള്ളാണ്, ഫുൾ റാഡ് ആണ് അതിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ സ്റ്റെയർ എങ്ങനെ കയറി പോവാണ്ടോ, അടിപൊളിയായിട്ടുള്ള സ്റ്റെയർ ആകുമ്പോൾ ഈ ഹാൻഡ് റെയിലും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. ഇതിന്റെ എലഗൻസ് കിട്ടണമെങ്കിൽ ഈ ഗ്ലാസ് ഇവിടെ വരണം അല്ലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മോഡേൺ ആയിട്ടുള്ള ഐഡിയകൾ നമ്മൾ മുമ്പ് ഞാൻ ദുബായിലൊക്കെ ഉള്ള ഒരു ടൈമിൽ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. കൂടുതൽ ഗ്ലാസ് ഓപ്പൺ ഗ്ലാസ് ആണ്, ഹാൻഡ് റെയിൽ ഇല്ല, മീൻസ് ഗ്രാബ് ഇല്ല, ഈ ഗ്ലാസ് മാത്രം. അങ്ങനെ ചെയ്യുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ഇപ്പോ ഒരു ഈ തിക്നെസ് കുറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ നാട്ടിലെ സംബന്ധിച്ച് കൊടുക്കുമ്പോ അത് സേഫ്റ്റിയാണ്. അപ്പൊ ഈ വീതി കുറച്ചിട്ട് ഒരു 1 ഇഞ്ച് വീതിയിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി അതിന് തന്നെ പ്രാധാന്യം നൽകുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഇനി ഭാവിയിൽ വന്നേക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ഏരിയകളിലൊക്കെ വന്നേക്കാം. 3/4 ഇഞ്ച് വരുന്നുണ്ട്, 1 ഇഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ ടഫൺ ചെയ്ത ഗ്ലാസ്സുകളാവുമ്പോൾ ഇവിടെ ഒന്നും അടിച്ചാൽ പൊട്ടൂല. ഈ പോയിന്റിൽ അടിച്ചാൽ പൊട്ടും. അത് ടോപ്പിൽ വന്നാൽ അത് ഡേഞ്ചർ പാക്ക്. അതുകൊണ്ട് കൂടിയാണ് ഇത് പാക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നപ്പോ നമുക്ക് ഈ ഒരു ഇന്റീരിയറിന്റെ ഭംഗി ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയ ഒരു സ്റ്റെയറും മാച്ച് ആവില്ല. ഇതേ മാച്ച് ആവുള്ളൂ. അതാണ് അതിന്റെ ഭംഗി കേട്ടോ. എന്ന് ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രീനറിയിലൂടെ ഈ സ്റ്റെപ്പുകൾ കാണുമ്പോൾ നോക്കി ഈ സ്ഥാനത്ത് നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റെയർ സങ്കല്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും പറ്റില്ല. ഇതിനകത്ത് പറ്റുന്ന ഏക സ്റ്റെയർ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതന്നെ ഇവിടെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ വ്യൂസിൻ്റെ വീടുകളിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം സൈറ്റിൽ പോയിട്ട് മെഷർമെന്റ് എടുത്തിട്ട് കൊട്ടേഷൻ കൊടുക്കും. എന്നിട്ട് അത് മാർബിള് ഫിറ്റ്നസ് ഇതിന്റെ ആളുകൾ സംരംഭം ഒന്ന് നോക്കണം. ഒന്നുകിൽ കസ്റ്റമർ നോക്കാൻ നമ്മൾ ഇവിടുത്തെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മാർബിൾ വേണമെങ്കിൽ അല്ലേ, വുഡാണെങ്കിൽ ഞങ്ങൾ ഫുൾ ആയിട്ട് ചെയ്യും. വുഡാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് കൊട്ടേഷൻ കൊടുക്കാം. അപ്പോൾ സ്റ്റെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുമ്പൊക്കെ കോൺക്രീറ്റ് സ്റ്റെയറുകളായിരുന്നു. അത് അപ്ഡേറ്റ് ആയി മെറ്റലിൽ വേണ്ട സ്റ്റെയറുകൾ. അത് ഫിനിഷിംഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഫ്ലോറിംഗ് ടൈമിലൊക്കെയാണ് ഫിക്സിങ് നടക്കുന്നത്. അപ്പോൾ കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ 1 ലക്ഷം മുതലുള്ള ഇതുപോലുള്ള സ്റ്റെയറുകൾ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ. മെറ്റല് സ്റ്റാർട്ടിങ് ഈ മോഡലല്ല പ്രത്യേകം പറയണം. നിങ്ങൾ ഇത് വേണം, 1 ലക്ഷം മുതൽ നിങ്ങൾക്ക് മെറ്റൽ സ്ട്രക്ചറിലുള്ള സ്റ്റെയറുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ വുഡ് വരുമ്പോൾ എക്സ്ട്രാ കോസ്റ്റ്. വുഡിന്റെ ഒക്കെ നിങ്ങളെ കയ്യിൽ വുഡ് ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് കൊടുത്തൂടെ? അങ്ങനെ ചെയ്യാം. നിങ്ങളെ കയ്യിൽ വുഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആശാരനെ വെച്ചിട്ട് ഫിൽ ചെയ്യാം. ഈ മെറ്റൽ സ്ട്രക്ചറിന്റെ വർക്കാണ് അതിന്റെ ബേസ്. അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വേണം അത് ചെയ്യാൻ കേട്ടോ. എന്നാലേ ആ ഒരു സ്ട്രോങ് കിട്ടുള്ളൂ. ചില സ്റ്റെയറൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ആടുന്ന ഒരു പ്രശ്നമൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇതിനകത്ത് അതൊന്നും വന്നിട്ടില്ല. ഈ ലാൻഡിങ്ങും അങ്ങനെ തന്നെയാണോ? യെസ്, ലാൻഡിങ്ങും അത് തന്നെയാണ് അല്ലേ. സാധാരണ ലാൻഡിങ് ചില ആൾക്കാർ കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു കണ്ടിന്യൂറ്റിക്ക് ഇത് തന്നെയാണ് നല്ലത്. അതാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു അടിപൊളി സ്റ്റെയർ, അടിപൊളി രീതിയിൽ അടിപൊളി വീട്ടിലാണ്. വീട് മൊത്തം ഡിഫറെന്റ് ആണ്. ഇപ്പൊ പല ആൾക്കാരെ വീട് മുഴുവനായിട്ട് കാണിച്ചു തരുമോ എന്ന് കാണിച്ചു കൊടുത്താൽ അല്ലേ. അത് നമ്മളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. ഒരു അടിപൊളി വീട് നിങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ പരിചയപ്പെടുത്തിയ ഈ ഒരു സ്റ്റെയർ ആണ്, ഇതിൽ കൊടുത്ത ഐഡിയകളാണ്. അപ്പോൾ കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ 1 ലക്ഷം മുതൽ പറയുമ്പോൾ അത് സ്ട്രക്ചറിനാണ് അല്ലേ, സ്ട്രക്ചറിനാണ്. ഇനിയിപ്പോൾ അതിൽ വുഡൊക്കെ വരികയാണെങ്കിൽ സാധാരണ നോർമൽ വീടിന് എത്ര രൂപ കാണണം നമ്മൾ? ഇപ്പോൾ വുഡ് ഹാൻഡ് റെയില് ഒരു 1.5 ലക്ഷം മുതൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ടഫൺ ഗ്ലാസ്സിലും ഗ്ലാസ് ചെയ്യാൻ പറ്റില്ല. ടഫൺ ഗ്ലാസും നിങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഗ്ലാസ് എന്ന് പറയുമ്പോൾ ടഫൺ ആണ്. അതാകുമ്പോൾ അടിച്ചാൽ പൊട്ടൂല എന്നുള്ള ഒരു ടെൻഷൻ ഫ്രീ അതിനകത്തുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഗ്ലാസിന് കേട്ടോ.
ഓക്കെ, അപ്പോൾ ബഡ്ജറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്പർ അയച്ചു തന്നാൽ അവർക്ക് കൊട്ടേഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ വീടിന്റെ പ്ലാനിങ് ടൈമിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ഈ സ്റ്റെയറിനെ കുറിച്ച് പ്ലാൻ ചില ആളുകൾ പ്ലാനിങ് ടൈമിന് നമ്മളെ വന്ന് നോക്കാൻ പറയും. അവര് പേയ്മെന്റ് ഇട്ട് തന്നെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ എഞ്ചിനീയർ പറഞ്ഞേക്കും, അതിന്റെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അതിന് ഡിസൈൻ കൊടുക്കും അല്ലേ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ സ്പേസ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ. ഇപ്പൊ ഇങ്ങനത്തെ സ്റ്റെയർ വേണം, ഇത്ര സ്പേസ് ഇല്ലെങ്കിൽ അത് പോസിബിൾ അല്ല. അപ്പൊ അതിനൊരു സ്റ്റെയർ എഞ്ചിനീയർ വേണം. ആ സ്റ്റെയർ എഞ്ചിനീയർ ആണ് ടീം തന്നെയുണ്ട് സ്റ്റെയറിന് വേണ്ടിയിട്ട്. കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കുക. കേരള, തമിഴ്നാട്, കർണാടക, സൗത്ത് ഇന്ത്യ കവർ ആയിരുന്നു. കാരണം സ്റ്റെയറിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരാളാണ് റഫീഖ് ഭായ്. നമുക്ക് ചെന്നൈയിൽ പോകുന്നു. ചെന്നൈയിലുണ്ടോ വർക്ക്? ഇപ്പൊ ഓൾറെഡി ആൾ കേരള വർക്ക് ഉണ്ട്, ചെന്നൈയിലും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോ ഒരു സ്റ്റെയർ ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു ടൈം ഡ്യൂറേഷൻ അതും കൂടെ ഒന്ന് പറഞ്ഞു. ടൈമിന് ആ വീടിന്റെ ഇപ്പൊ ബ്ലാസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ നമുക്ക് മെറ്റൽ ചെയ്ത് കൊടുക്കും. മെറ്റൽ പിന്നെ ഇന്ത്യയിലെ ടൈമിനാണ് ബാക്കി വർക്ക് ചെയ്യുന്നത്. വർക്ക് വരാം. അപ്പൊ ആ വീടിന്റെ ഫാഷനനുസരിച്ചാണ്. അതെ, നിങ്ങളെ വീട് എന്ത് സ്പീഡിലാണ് പോകണോ അതിൽ ജോയിൻ ചെയ്ത് അങ്ങ് പോകും അല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു റഫീഖ് ഭായ്. ഈ ഒരു വീടിന്റെ ഈ ഒരു സ്റ്റെയർ പരിചയപ്പെടുത്തിയത് നമ്മളെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെയറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾ തിരഞ്ഞു നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഡെക്കോർ ഡിസൈൻ ചാനലിലേ വരുള്ളൂ. നമ്മുടെ റഫീഖ് ഭായിന്റെ കൂടെ ഒരുപാട് മോഡലുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുമായിട്ട് നമ്മുടെ ചാനലിലും റഫീഖ് ഭായ് തൈക്കാട് സ്റ്റീൽസും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമല്ലോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.